ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഐ എം ശ്രീതു പ്രബീൻ. ഓക്കെ, വോയിസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് മാനസമോൾ ഇരിക്കുന്നുണ്ട്. എന്നെ തന്നേക്ക് വോയിസ് കൊടുക്കാൻ വിടുന്നില്ല ആള്. ഓക്കെ, ഈ അമ്പലം ഇന്ന് ഞങ്ങളുടെ 12ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഉത്രാളിക്കാവ് അമ്പലത്തിൽ പോവാം. ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ആ ബാക്കിൽ റെയിൽപാളം ഉണ്ട് കേട്ടോ. ഒരു ട്രെയിനും കൂടി പോയി ഈ ഫ്രെയിമിൽ കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയാണ്. അത്രയും ഭംഗിയായി അമ്പലം കാണാനായിട്ട്. അവിടെ ചെന്നു. പിന്നെ മാനസമോളുടെ പ്രായത്തിൻ്റെ ആണോ എന്നറിയില്ലേ, ഫുൾ ടൈം ആൾക്കൊരു പാട്ടും ഡാൻസൊക്കെയാണ്. ഇത് വലുതായി വരികയല്ലേ. അപ്പോൾ ആൾ ഭയങ്കര എപ്പോഴും ഇങ്ങനെ പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ചുകൊണ്ടിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ അമ്പലത്തിൽ പോകാനായിട്ട്. ഞാൻ ചെറുപ്പത്തിൽ പോകാറുണ്ട്. പിന്നെ വലുതായതിന് ശേഷം 1-2 തവണയൊക്കെ പോയിട്ടുള്ളൂ. കണ്ട ട്രെയിൻ പോണ കണ്ട അത്രയും ഭയങ്കര ഒരു ഭംഗിയുള്ളൊരു സ്ഥലം അത്. അങ്ങനെ ഞങ്ങൾ കുളത്തിൻ്റെ അവിടെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് വെറുതെ ഷോ. പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ നിന്നൊക്കെ തൊഴുതിറങ്ങി നേരെ പോയത് സുടിയാലോ കേട്ടോ. മത്സമോൾക്ക് 2 ഡ്രസ്സ് എടുക്കാൻ പോയത്. ശരിക്കും വെഡിങ് ആനിവേഴ്സറിക്ക് എനിക്കും ചേട്ടനാണ് ഡ്രസ്സ് എടുക്കേണ്ടത്. പക്ഷെ ഇവിടെ നേരെ തിരിഞ്ഞു പോയി. ഇവിടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾ മത്സമോൾക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കുക ചെയ്തത്. ബർത്ത്ഡേക്കും എനിക്ക് തന്നെ. അങ്ങനെ ഒരു 4-5 ഡ്രസ്സൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് പോവാട്ടോ. മത്സമോള് വരുന്നില്ല. ഓരോരോ സ്ഥലത്തെത്തുമ്പോൾ അങ്ങോട്ടോടി ഇങ്ങോട്ടോടി പിന്നെ വലിച്ചു പിടിച്ച് കൊടുന്നതാണ്. പിന്നെ ഞങ്ങൾ അങ്ങനെ നേരെ ഭക്ഷണം കഴിക്കാനാണ് പോയത്. മത്സമോളൊരു നൂഡിൽസ് അല്ല മേടിച്ച. നൂഡിൽസും ഞാനൊരു ബിരിയാണി ആട്ടോ കഴിച്ചത്. ഓംസം കാസലത്തെ ബിരിയാണി അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം ബിരിയാണി. പിന്നെ ഞാനും മത്സമോളും കുറച്ച് ഭക്ഷണം കഴിക്കുള്ളൂ. എൻ്റെ മോള് തന്നെയാണ് മത്സമോള്. തീരെ ഭക്ഷണം കഴിക്കാനായിട്ട് അധികം അങ്ങനെ പറ്റില്ല. എന്താണെന്നറിയില്ല, കുറവാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കല് പൊതുവെ. എനിക്ക് പറ്റില്ല കുറേ കഴിക്കാനായിട്ട്. അതുകൊണ്ട് ചേട്ടൻ പിന്നെ പ്രത്യേകിച്ചൊന്നും ഓർഡർ ചെയ്തില്ല. നമ്മൾ ഈ ഓർഡർ ചെയ്ത ഫുഡ് തന്നെയാണ് ചേട്ടനും കഴിച്ചത്. എന്നിട്ടും ഫുഡ് ബാക്കിയാവുക ചെയ്തത്. പിന്നെ മത്സമോള് എന്തൊക്കെയോ സോസ് മിക്സ് ചെയ്ത് കുറെ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. മഞ്ഞ സോസ് ഉണ്ടായിരുന്നു, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്താ എരിവായിരുന്നു. എരിവും പുളിയൊക്കെ കൂടിയായിരുന്നു. എന്തൊക്കെയോ സോസ് എടുത്ത് ഈ പ്ലേറ്റിൽ ഇടുണ്ടായിരുന്നു. ലാസ്റ്റ് ഒരു മഞ്ഞ കളറിലുള്ള ഒരു സോസ് അങ്ങോട്ട് മാറ്റി വെച്ചു. എന്ത് സോസ് ഞാൻ ടേസ്റ്റ് നോക്കിയില്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് അറിയില്ല അതെന്താന്ന്. പിന്നെ ഞാനൊരു മൊജിറ്റോ ഓർഡർ ചെയ്തു. പക്ഷെ കുടിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ അത് വീട്ടിൽ പോയിട്ട് കുടിച്ചത് തണുപ്പൊക്കെ അറിയിട്ട് അതുകൊണ്ട് നടക്കായിരുന്നു. ഇപ്പൊ അതിന്റെ കുപ്പിയില് മത്സമോള് വെള്ളം നിറച്ച് കുടിക്കുന്നുണ്ട്. ഗ്ലാസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ പുറത്ത് മഴ ചെയ്തുകൊണ്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് ഞങ്ങളുടെ കഥാപ്രസംഗം. ഞങ്ങളുടെ 12ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. 12 ശ്രീമോളെ പറ്റി നല്ല അടിപൊളി. 12 വർഷം പോയത് അറിഞ്ഞില്ല ഗൈസ്. അപ്പൊ ഞങ്ങൾ ഇന്ന് കുറെ പരിപാടികൾ നടന്നത്. ഇപ്പൊ വീട്ടിൽ വന്ന് കയറി ക്ഷീണായി. പിന്നെ കേക്ക് ഇവർക്ക് ആർക്കും താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് കേക്ക് താല്പര്യം ഉണ്ടാ കേക്ക് ഉണ്ടാക്കണം. അല്ല ഞങ്ങക്ക് വയറ് നിറഞ്ഞു. പിന്നെ കേക്ക് ഭക്ഷണം കഴിച്ചിട്ട് വയറ് നിറഞ്ഞ പിന്നെ ഫുഡ് അടിക്കാൻ മധുരം കഴിക്കണം. അപ്പൊ ബ്രൗണി കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ബ്രൗണി കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അല്ല മകളെ, അതെ. എന്റെ അവസാനം ഗിഫ്റ്റ് ഉണ്ട്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഞാൻ അടുത്ത് തരാം. അതിന് ചെറുത് ഒരു കഷ്ണം തരാം. പറയണ്ട. ഇത് ഉമ്മതാ. താങ്ക് യു. ഞങ്ങളുടെ ഗിഫ്റ്റ് ഉണ്ടാ. 12 വർഷം കല്യാണം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് ഉണ്ടായിരിക്കുന്നത്. എന്റെ പൊന്നി എന്തോ ഡയപ്പിനിരിക്കും. അല്ലാണ്ട് വേറെ ഒന്നല്ല. ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാശിലില്ലാത്ത മരുവിന്റെ കാശിലില്ല. മരുവിന് പിന്നെ കാശുണ്ട്. മരുവിന്റെ കയ്യിൽ കുറെ കാശുണ്ട്. അതൊക്കെ കുടുക്കലൊക്കെ ഇട്ട് എടുത്ത് വെച്ച ആൾക്ക് ആവശ്യത്തിനുള്ള കേട്ടാ. മരുന്ന് ഹാപ്പി ആനിവേഴ്സറി. ടിക്ടാക്കാ ജീരക മിഠായി മേടിച്ച് ടിക്ടാക്കിന്റെ പോപ്പിലിട്ട് പറ്റിക്കുന്നു. പിന്നെ വേറെ എന്തൊരു പേപ്പറിലൊക്കെ ഫ്രെയിം ഫോട്ടോ ഫ്രെയിം. ഇതിന് ഫോട്ടോ ഫ്രെയിം ആണിത്. ഫോട്ടോ ഫ്രെയിം ഉണ്ട്. ഹാപ്പി ആനിവേഴ്സറി ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കി തന്നിരിക്കുന്നു. ജീരക മിഠായി ഗിഫ്റ്റ് തന്നാടിയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ 12ാമത്തെ വെഡിങ് ആനിവേഴ്സറി വിജയകരമായി പൂർത്തീകരിച്ച് നാളെ ഞങ്ങൾ 13ാമത്തെ വർഷത്തിലേക്ക് കടക്കാൻ. 12 വർഷമായി കഴിഞ്ഞു. 12 വർഷം കഴിഞ്ഞു. ഇനി 13ാമത്തെ വർഷത്തേക്കാണ്.
അപ്പൊ ഓക്കെ ഗൈസ്, അപ്പൊ ഗുഡ് നൈറ്റ്. വീട്ടിലെത്തിയപ്പോൾ തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 11 മണിയുടെ അടുത്തായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര ക്ഷീണമായി പോയി. ആ വീഡിയോ എടുക്കുമ്പോൾ ഒക്കെ ഉറക്കം വന്ന് തൂങ്ങിയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ എന്തെങ്കിലും നമ്മൾ ആനിവേഴ്സറിക്ക് മധുരം കഴിക്കണ്ടേ, അങ്ങനെ വിചാരിച്ച് കഴിച്ചതാണ്. അതുകൊണ്ട് തന്നെ പണികളൊന്നും പിന്നെ ചെയ്തില്ല. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പുറത്ത് പോവുകയാണ് ചെയ്തത്. അതാണ് ഈ കാണുന്നത്. അപ്പൊ അത്രയുള്ള അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.